അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോയിൽ വന്ന ഒരു വായിസിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് തനിച്ച ബിദഅത്തുകാരൻ്റെ വായിസാണ്. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ 3 മഹാന്മാരെ ഖബറിൻ്റെ ഉള്ളിൽ അഥവാ ആ റൂമിൽ പാർത്തു എന്നത് അത് സത്യത്തിനെതിരാണ്. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കെന്തറിയോ? ഞാൻ റസൂലുള്ളാഹി തങ്ങളാകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വഫാത്തായതിൻ്റെ ശേഷം ഞാൻ ഖബറിൻ്റെ അടുത്ത് സിയാറത്തിന് പോകുമ്പോൾ ഞാൻ എൻ്റെ മുഖം തുറന്ന് സിയാറത്ത് ചെയ്തിരുന്നു. ശേഷം എൻ്റെ ബാപ്പയെ അവിടെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഞാൻ എൻ്റെ മുഖം തുറന്ന് അവിടെ സിയാറത്തിന് പോയിരുന്നു. അതിന് ശേഷം സയ്യിദന ഉമറുൽ ഫാറൂഖ് തങ്ങളെ മറവ് ചെയ്യപ്പെട്ടതിൻ്റെ ശേഷം ഞാൻ സിയാറത്തിന് പോകുമ്പോൾ എൻ്റെ മുഖം മറച്ചും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 3 മഹാന്മാരുടെ ഖബറിടമുള്ള ആ റൂമിൽ പാർക്കുമോ? ആദ്യം പറഞ്ഞ വാക്കന്നെ അവൻ്റെത് പച്ചപ്പൊള്ളാണ്. എന്നിട്ട് അവൻ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ പേരിനൊരു ആദരവില്ല. നബിയുടെ മയ്യിത്ത് എന്നാണ് പറയുന്നത്. അവന് എത്ര ഗൗരവം റസൂലുള്ളാഹിയോടുണ്ട് നമുക്ക് മനസ്സിലാവണം. എന്നിട്ട് അവൻ പറയുന്നു, ആയിഷ ബീവി പട്ടിണി കിടക്കുകയാണ്. ആയിഷ ബീവി അത്രയും മഹാന്മാരായ ലോകത്തിൻ്റെ നേതാവും അവരുടെ സാഹിബുകളുമായ മഹാന്മാർ അവിടെ മറപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു പച്ച ഡബ്ബി വെച്ച് പൈസ ഉണ്ടാക്കാമായിരുന്നല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഇവൻ പറയുന്നു, ഇന്ന് ലോകത്ത് എത്രയോ അഡ്രസ്സില്ലാത്ത കൈ കാലുകൾ മാത്രമുള്ള ദർഗ അതിനാസ്പദമാക്കി അറബിക് കോളേജുകൾ നടത്തുന്നു. എന്താണ് നിങ്ങൾ വിചാരിച്ചത്? മഹാന്മാരായ ഔലിയാക്കന്മാർ അവർ ഇൽമ് ജീവിതത്തിൽ പകർത്തിയവരും പഠിച്ചവരുമാണ്. അവരുടെ വഫാത്തിൻ്റെ ശേഷം ഇൽമ് അവർക്ക് ആഗ്രഹമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് എത്രയോ മഹാന്മാരുടെ ചാരത്ത് എത്രയോ വിദ്യാകേന്ദ്രങ്ങളുണ്ട്. മടവൂർ പോയി നോക്കിയാൽ നമുക്ക് കാണാം. മഹാനവറുകൾ ഇൽമ കൊണ്ട് ശുഗലായ ആളായതുകൊണ്ട് ഇൽമിനോട് വലിയ താല്പര്യമുള്ളത് കൊണ്ട് ഇൽമ് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ സാഗരങ്ങളാണ് ആ ദർഗയുടെ കൊട്ടാരത്തിൽ. മഹാന്മാരുടെ ദർഗയിൽ നിന്ന് കിട്ടുന്ന മഹാന്മാരായ ദർഗയിലേക്ക് വരുന്ന സത്യവിശ്വാസികളുടെ അവർ കൊടുക്കുന്ന സദഖയാണ്. അത് മഹാന്മാർക്ക് അവരുടെ പേരിൽ ഹദിയ കൊടുത്തതാണ്. ഇത് ഇവനൊന്നും കെട്ടിവെച്ച പൈസയൊന്നുമല്ല. ആ മഹാന്മാർ അഥവാ അവരുടെ കാലിങ്കിൽ വന്ന മുഅ്മിനീങ്ങളുടെ അവൻ്റെ ഒച്ച കേട്ടാൽ ചോറ് ഹലാലാക്കുമോ? ഹലാലെന്ത് ഹറാമെന്ന് ഇവനറിയോ? ആ മഹാന്മാരുടെ കാലെങ്കിൽ വന്ന മുഅ്മിനീങ്ങൾ ഹദിയ ചെയ്ത കാശ് കൊണ്ടാണ് ദീന് നടത്തുന്നത്. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ദീന് നടത്തിയത് പിരിവ് നടത്തിയിട്ടാണ്. ഈ ചരിത്രമൊന്നും ഇവൻ പഠിച്ചിട്ടില്ല. തനിച്ച വഹാബിയാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. മഹാന്മാരുടെ ചാരത്ത് എത്ര വിദ്യാകേന്ദ്രങ്ങളാണുള്ളത്. എവിടെല്ലാം നിങ്ങൾ നോക്കിയില്ലേ? ഉള്ളാളത്ത് സയ്യിദ് മദനി തങ്ങളുടെ പരിസരത്തുണ്ട്, സിയമലിയുള്ളാഹിൻ്റെ പരിസരത്തുണ്ട്, മമ്പ്രം തങ്ങളുടെ പരിസരത്തുണ്ട്, ബഹുമാനപ്പെട്ട അലിയുൽ ഹംസി തങ്ങളെ പരിസരത്ത് അവിടുത്തെ ക്യാറഫിലായി നന്ദി ദാരുസ്സലാം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിദ്യാകേന്ദ്രങ്ങൾ മഹാന്മാരെ കൊണ്ടാണ്, ഔലിയാക്കന്മാരെ കൊണ്ടാണ് ഇന്ന് ഇൽമ നിറഞ്ഞു നിൽക്കുന്നത് ലോകത്ത്. എന്നിട്ട് അതിനൊക്കെയും ഇവൻ ചെങ്കണ്ണ് കൊണ്ട് നോക്കി അവൻ അതിനെ ധിക്കരിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ്റെ വാക്കിന് ഒരു കഴുത്തിൻ്റെ താഴെ ഇറക്കുന്ന ഒരു മുഅ്മിൻ ഇവനെ കൂടെ സഹവസിച്ചത് പറയാവും. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ബിദഅത്തുകാരനെ സ്നേഹിച്ചാൽ, അവൻ്റെ വാക്കിനെ സ്വീകരിച്ചാൽ, അവൻ ഫഖദ് ആന അല ഹദിമിൽ ഇസ്ലാം പൊളിക്കുന്നതിന് മേൽ അവൻ സഹായിച്ചവനെ പോലെയാകും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഇത്തരത്തിലുള്ള വാദക്കാരുടെ വാദത്തെ നമ്മൾ ഒടുവെ നുള്ളിക്കളയേണ്ടതാണ്. ആ വീഡിയോ മനസ്സിലാകുന്നുണ്ടോ? ആയിഷ ബീവിന്റെ റൂമിനുള്ളില. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അന്വേഷിച്ച് വന്നപ്പോ ആയിഷ ബീവി പട്ടിണിയില്ല. എന്നിട്ട് പട്ടിണി കിടന്നപ്പോ മുത്ത് നബിയുടെ ഖബർ വെച്ച്, ബാപ്പാന്റെ ഖബർ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്. സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട് റൂമിനുള്ളിൽ. ഈ 3 ഖബറും വെച്ച് പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവിയോ റസൂലുള്ളാഹിന്റെ ഭാര്യമാരാരെങ്കിലും ഒരു വരുമാനത്തിന്റെ ഒരു നയാ പൈസ, ഒരു ചില്ലറ കാശ് അതിന്റെ പേരിൽ ആരെങ്കിലും വാങ്ങിയോ? എന്നിട്ട് ആയിഷ ബീബി മുത്തുനബിയുടെ ഖബറും വെച്ച് ഒരു അരി വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കിയോ? ഇല്ല, ഉണ്ടാക്കിയില്ല. ഇവിടെ അഡ്രസ് പോലും ഇല്ലാത്ത ആളെ വരുമാനം കൊണ്ട് പള്ളി വരെ നടക്കുക, ചിലപ്പോ ഓർഫനേജ് നടക്കുക, എത്തിങ്ങാനിൽ ശമ്പളം കൊടുക്കുക.
ഈ ഖബറിൽ ആരാന്നും കൂടി ചിലപ്പോൾ അറിയില്ല. പല ഖബറിൽ കിടക്കുന്നവിടെയും കാലാണ് ഇവിടെ ഉള്ളതെന്ന് പറയും. കാലുണ്ട്, ചില ജാറത്തിൽ കൈയുണ്ട്, ചില ഖബറില് ശരീരത്തിന്റെ ഒരു ഭാഗമുണ്ട്. അത് വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കി പള്ളിയിലെ ഇമാമിന് ശമ്പളം കൊടുത്താൽ ആ വരുമാനം ഹലാലാകുമോ? കമ്മിറ്റി ആ സംഭവം നിർവഹിച്ചാൽ അവർ ചെയ്യുന്നത് ഹലാലായ പ്രവർത്തനാകോ? ആവോ? ഈ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിനുള്ളിൽ 3 മഹാരഥന്മാരുടെ ഖബറ. എത്ര ഖബറുകളുടെ വരുമാനം കൊണ്ടാണ് അറബിക് കോളേജുകളും പള്ളികളും ദർസുകളും ഒക്കെ നടന്നു പോകുന്നത്. ആ പണം ഹലാലാകുമോ? ആ ചോറ് ഹലാലാകുമോ?